ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ രാവിലത്തെ പരിപാടികളാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് പയർ മെഴുക്കുവരട്ടി വയ്ക്കാനും പിന്നെ പച്ചവാഴയ്ക്ക് ഞാൻ തോരൻ വയ്ക്കാനും അരി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി അത് കണ്ടപ്പോഴത്തേക്ക് കണ്ണപ്പയ്യപ്പോൾ തോരൻ അത് വേണ്ട, പച്ചവാഴയ്ക്ക കിഴങ്ങ് മതി എന്ന് പറഞ്ഞാൽ മെഴുക്കുവരട്ടി. പിന്നെ അതേ പയർ അങ്ങോട്ട് അടുപ്പിട്ട് വെച്ചു. പിന്നെ നമുക്കിന്ന് അടയാണ് ഉണ്ടാക്കാനായിട്ട്. മാവ് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇലയൊക്കെ ഒന്ന് വാട്ടി നല്ലപോലെ കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാവേ. ഇപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടിക്കുള്ള സവാളയും ഒക്കെ ഒന്ന് വഴറ്റാം. കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. അപ്പോൾ തേങ്ങയും ശർക്കരയും ഇലക്കൊക്കെ പൊടിച്ചിട്ടുന്നുണ്ട്. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ശർക്കര പാനിന്ന് പരട്ടി എടുത്താൽ പക്ഷെ നല്ലതായിരുന്നു. പക്ഷെ അതിനുള്ള ടൈമില്ല, അത് കാരണം ഞാനിപ്പോൾ അങ്ങനെ എടുത്തു. അട പുഴുങ്ങി അത് വേവുള്ള സമയത്ത് തന്നെ 2 അട ഇങ്ങനെ വറുത്തെടുത്ത് കണ്ണപ്പിക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങോട്ട് വെച്ചേ. നമ്മൾ ചോറ് വെച്ച കുക്കറാണ്, അത് നല്ല ഭാരമുള്ളതുകൊണ്ട് അതുകൂടെ അങ്ങോട്ട് പൊക്കിയതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അട പുഴുങ്ങാനും ഞാൻ അങ്ങോട്ട് അടുപ്പിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. അട ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടും നമുക്കൊന്നേരം മൂപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇന്ന് കണ്ണപ്പിക്ക് അടയായതുകൊണ്ട് ഭയങ്കര മടിയൊക്കെ അടിക്കാം. ഞാൻ പിന്നെ അവനത് വാരിയൊക്കെ കൊടുത്തു. അവനിതേ ചോറ് എടുക്കുവാണ്. അപ്പോൾ ഇന്ന് മുട്ട വറുത്തത് വേണ്ട, കിഴങ്ങ് മെഴുക്കുവരട്ടി ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതങ്ങോട്ട് ചോറങ്ങോട്ട് എടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് അട ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് കഴിക്കാനായിട്ട് എടുക്കുവാണ്. പിന്നെ വൈകിട്ടത്തേക്ക് അപ്പോൾ അവർക്ക് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്നപ്പോൾ അടയായതുകൊണ്ട് അവർക്ക് വേണ്ടത് കാരണം ഏത്തയ്ക്ക കൊടുത്തപ്പോൾ അത് വേണ്ട. പിന്നെ അത് ഏത്തയ്ക്ക നെയ്യിലൊക്കെ ഒന്ന് വരട്ടി ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുവാണേ. അതാകുമ്പോൾ അവർ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.